എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഡോക്ടറെ കാണിക്കുന്നു. ആ ഡോക്ടറിനോട് ഒരു ഷിനോബി അവൻ നറൂട്ടോ ആ നിഞ്ച ടൂൾ ഉപയോഗിച്ച കാര്യം കറക്റ്റായിട്ട് വിളിച്ച് പറയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ തേർഡ് റൗണ്ട് എക്സാം അത് നടക്കാൻ പോവാണ്. എല്ലാവരും മത്സരമൊക്കെ കാണാനായിട്ട് ആകാംക്ഷയോട് കൂടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ലീഫ് വില്ലേജില് ഈ ഒരു മത്സരത്തിൽ മത്സരിക്കാൻ പോകുന്നത് രണ്ട് ടീമാണ്. ഒന്ന് ബൊറൂട്ടോ ടീമും മറ്റൊന്ന് ഷിക്കഡ ടീമും. സാറട പറയും എന്ത് വില കൊടുത്തും നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനം നമ്മൾ കാക്കണം, ഒരു കാരണവശാലും തോക്കാൻ പാടില്ല. അത് കേട്ട് ഷിക്കടയും അവന്റെ ടീംമേറ്റ്സിനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ബാറ്റിൽ ഗ്രൗണ്ട് കാണിക്കും. ഒരുപാട് ഗ്രാമത്തിലെ ഹൊക്കാഗകളൊക്കെ ആ മത്സരം കാണാൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയം കഴിയുമ്പോൾ റോക്ക്ലി അവനാണെങ്കിൽ പാർട്ടിസിപ്പൻസിനെ എല്ലാം തന്നെ സ്റ്റേജിലേക്ക് വിളിക്കും. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതൊന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മൊത്തം 3 വിധത്തിലാണ് മത്സരം നടക്കുക. ബ്ലോക്ക് എ, ബ്ലോക്ക് ബി, ബ്ലോക്ക് സി. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി അവസാനം ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റ്സുമായിട്ട് പോലും ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ലീ അവൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഉടനെ ലോങ് ഷോട്ടിലായി നറൂട്ടോ അവനാണെങ്കിൽ ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ലീഫ് വില്ലേജിലെ സ്റ്റുഡൻസ്, സാൻഡ് വില്ലേജിലെ സ്റ്റുഡൻസ്, അങ്ങനെ ഓരോ വില്ലേജുകളിലെയും സ്റ്റുഡൻസിനെ ഓരോരോ റൂമുകളിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് മാച്ച് അത് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ക്ലൗഡ് വില്ലേജിനുള്ള യൂരി എന്ന് പേരുള്ള ഒരുത്തനും നമ്മുടെ ബൊറൂട്ടോയും തമ്മിലാണ് ഫൈറ്റ്. ബൊറൂട്ടോ ആണെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ ആ യൂരിയുടെ ദേഹത്ത് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. പക്ഷെ യൂരി ചാടി എഴുന്നേറ്റ് ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അറിഞ്ഞ പുറഞ്ച് ഇടിക്കുകയാണ്. അതിനുശേഷം ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയെ ദൂരേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇവിടെ ആ സാൻഡ് വില്ലേജിലെ ആൾക്കാരെ കാണിക്കും. അപ്പൊ ഷിങ്കിയോട് ഒരു പെണ്ണ് പറയും, ഷിങ്കി നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ബൊറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നല്ലേ? എനിക്ക് തോന്നുന്നത് അത് നടക്കില്ല എന്നാണ്. നീ ഞാനും ഒക്കെ കരുതിയതുപോലെ അവന് വലിയ പവറൊന്നുമില്ല. മിക്കവാറും ഇപ്പൊ നടക്കുന്ന ഫൈറ്റില് ബൊറൂട്ടോ തീർച്ചയായിട്ടും തോൽക്കും. അത് കേട്ട് അവൻ ചിരിക്കും. അതിനുശേഷം അവൻ പറയും, പക്ഷെ അവന്റെ കൂടെയുള്ള 2 പേര്, അവർ 2 പേരും ഒരല്പം ടെററാണ്. അതിൽ ആ മീറ്റ്സുകി അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാമെന്ന്. അതേസമയം ഇവിടെ അവൻ ഒരുപാട് ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ബൊറൂട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്യും. ബൊറൂട്ടോ ഷുരിങ്കൻസ് ഒക്കെ വലിച്ചെറിയും. പക്ഷെ അതൊന്നുപോലും വർക്കൗട്ട് ആവില്ല. അടുത്ത സെക്കൻഡ് അവൻ ആ ബലൂൺ മുഴുവൻ അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയില് ഇപ്പൊ ബൊറൂട്ടോ അവൻ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. ഇവിടെ ചോച്ചിറ അവൻ ഡാർഗിയോട് ചോദിക്കും, അവൻ ആ ഗമ്മില് ചക്ര പവർ ഉപയോഗിച്ചാണോ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യുന്നത്? അതിന് ഡാർഗി പറയും, അതെ. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. എന്ത് വില കൊടുത്തും എനിക്ക് ജയിച്ചേ പറ്റൂ. അച്ഛന് മുൻപില് എനിക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോ ആ നിഞ്ച ടൂൾസ് ഉപയോഗിച്ച് പച്ച കളറിലുള്ള ഒരു ഷെരീങ്കൻ അവന്റെ ഓപ്പോസിറ്റുള്ള പയ്യന് നേരെ അങ്ങനെ വലിച്ചെറിയും. ആ ഷുരീങ്കനാണെങ്കിൽ അങ്ങനെ ബെൻഡ് ചെയ്ത് പോയി അവന്റെ ഓപ്പണന്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബലൂൺ അത് അവന്റെ തന്നെ വായിൽ വെച്ച് പൊട്ടി അവനങ്ങനെ തോറ്റു വീഴാണ്. ഒരു സെക്കൻഡ് അത് കണ്ടുകൊണ്ടിരുന്നവരെല്ലാവരും ഫ്രീസായി പോവും. കാരണം ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഷുരിങ്കൻ യൂസ് ചെയ്യാൻ കഴിയില്ല. ഉടനെ റോക്ക്ലി അവിടേക്ക് വന്ന് ഹിഡൻ ലീഫ് വില്ലേജിലെ ബൊറൂട്ടോ ഉസുമാക്കി ഫസ്റ്റ് മാച്ചിൽ വിജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പേര് അനൗൺസ് ചെയ്യും. ഇവിടെ നറൂട്ടോയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. ബാക്കിയുള്ള ഹൊക്കാഗാസ് അവര് കൺഫ്യൂസ്ഡ് ആയി എന്തൊക്കെയോ ഇപ്പൊ പരസ്പരം പറയാൻ തുടങ്ങും. ഇവിടെ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഇപ്പൊ ഷിക്കട വരും. ബൊറൂട്ടോ, നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു? നീ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത കാര്യമൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അതിന് ബൊറൂട്ടോ അവന്റെ ഷോൾഡറിൽ തട്ടും. ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങനെ നടന്നു പോകും. അടുത്ത മാച്ച് അത് ഷിക്കടയുടേതാണ്. ഉടനെ എല്ലാവരും ആകാംക്ഷയോടുകൂടെ നെക്സ്റ്റ് ബാറ്റിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഈനോയ്ക്കാണെങ്കിൽ അവളുടെ പഴയകാല ഓർമ്മകളൊക്കെ മനസ്സിലൂടെ വന്നു പോവാണ്. ഉടനെ അടുത്ത അനൗൺസ്മെന്റ് അത് മുഴങ്ങാനായിട്ട് തുടങ്ങും. ഷിക്കടയാണെങ്കിൽ മത്സരിക്കാൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവന്റെ ഓപ്പണന്റും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. ടാമരി നിലവിളിച്ചു പറയും, ഷിക്കട നിന്റെ പവറും ലീഫ് വില്ലേജിന്റെ പവറും എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം. സ്ക്രീനില് ഇപ്പൊ ഷിക്കടായും നാറയും അവർ 2 പേരുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവാനുള്ള കൗണ്ട് ഡൗൺ അത് തുടങ്ങിക്കഴിഞ്ഞു. കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ആവും. പക്ഷെ ആ പെൺകുട്ടിക്കാണെങ്കിൽ യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അവള് ഹെഡ്ഫോണൊക്കെ വെച്ച് ക്യാഷ്വലായിട്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഷിക്കട അവനാണെങ്കിൽ അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും അവളെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ജിപ്സു അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ അവൾ ഓരോ ഭാഗത്തേക്ക് എടുത്ത് ചാടാനായിട്ട് തുടങ്ങും. ഷിക്കടയാണെങ്കിൽ ടൈ ജിപ്സു ഒക്കെ ഉപയോഗിച്ച് അവൾ അറഞ്ചം പുറഞ്ചടിക്കും. പക്ഷെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവളങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏനോജിനും ചോച്ചോയ്ക്കും അത് കാണുമ്പോൾ കുറച്ച് ടെൻഷനാവും. പക്ഷെ ചോച്ചോ പറയും, കുഴപ്പമില്ല, ഷിക്കട എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും അവളെ തോൽപ്പിച്ചിരിക്കും. അടുത്ത നിമിഷം ഷിക്കട
അവനൊരു പേപ്പർ ബോംബൊക്കെ കണക്ട് ചെയ്ത കത്തി അവൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അവളാണെങ്കിൽ അതും തട്ടിത്തെറിപ്പിക്കും. ഷിക്കഡ അവൻ വലിയൊരു സ്മോക്ക് ബോംബ് ഉപയോഗിച്ച് ആ ഗ്യാപ്പിലെങ്കിലും ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ അപ്പോഴും അവന്റെ പ്ലാൻ കറക്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും ഷിക്കഡയെ വെട്ടിത്തിരിപ്പിച്ച് ദൂരേക്ക് പോവാണ്. ഷിക്കഡയ്ക്കാണെങ്കിൽ ടെൻഷനാവും. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ അവന്റെ ഓപ്പണന്റ് ആ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ ഷിക്കഡായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇത്രയും നേരവും നീ നിന്റെ സ്കിൽസ് ഉപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്തു, ഇനി എന്റെ സ്കില്ലും സ്റ്റൈലും പവറുമാണ് നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ ഹുഡി അത് താഴേക്ക് താഴ്ത്തും. അവൾ അവളുടെ മുടി മുൻപോട്ടിട്ട് അതങ്ങനെ കറക്കി കറക്കി വിൻ സ്റ്റൈലില് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവനെ കൊണ്ടാണെങ്കിൽ ആ വിൻ സ്റ്റൈലിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി സഹിക്കാനാവില്ല. നോ എന്ന് പറഞ്ഞ് അലറി കാറാൻ തുടങ്ങും. അവൻ 2 കൈവച്ചും ഇപ്പൊ അവന്റെ ചെവി അതങ്ങനെ അടച്ചു പിടിക്കും. സാറടയ്ക്കും ബൊറൂട്ടയ്ക്കും ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. സാറട പറയും അത് വിങ് സ്റ്റൈൽ അറ്റാക്കാണ്, അതിന്റെ ഫ്രീക്വൻസി അവനെ കൊണ്ട് താങ്ങാനാവുന്നില്ല. ഷിക്കടയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും ഷാഡോ പവർ ഉപയോഗിച്ച് അവളെ പിടിക്കാനായിട്ട് അടുത്തേക്ക് പോവും. പക്ഷെ ഇത്തവണ അവള് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇവിടെ ഷിക്കട അവൻ വീണ്ടും അവന്റെ കാല് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യും. പക്ഷേ അവിടെ ഫുൾ ഗം ആയതുകൊണ്ട് തന്നെ അവന്റെ കാലിപ്പോ ആ ഗമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോഴായിരിക്കും ഷിക്കട അവൻ മറ്റൊരു കാര്യം നോട്ട് ചെയ്യുക. അവൾ ശബ്ദത്തിലൂടെയും ഫ്രീക്വൻസിയിലൂടെയുമാണ് ഷിക്കടയുടെ ഓരോ അറ്റാക്കും തിരിച്ചറിയുന്നത്. ഉടനെ ഷിക്കട പറയും, നീ ആ ഹൂഡി അതഴിച്ചപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാണ്. നീ സൗണ്ടും വേവ്സ് ഉപയോഗിച്ചാണ് ഓരോന്നും മനസ്സിലാക്കുന്നതെന്ന്. നിന്റെ ഗ്രാണശക്തി അത് അടിപൊളിയാണെന്ന് പറയും. അവളാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഇവനെങ്ങനെ ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചോ ചിന്തിച്ച് അവളങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. നീ ആ ഇയർബഡ്സ് പോലും പാട്ട് കേൾക്കാനല്ല, മറിച്ച് കൂടുതൽ ഫ്രീക്വൻസി ഷാർപ്പായിട്ട് കേൾക്കാനാണ് യൂസ് ചെയ്യുന്നത്. അത് കേട്ട് അവൾ ചിരിക്കും. എനിക്ക് ചെവി വെച്ച് മാത്രമല്ല സ്മെല്ലിലൂടെയും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അടുത്ത സെക്കൻഡ് ഷിക്കട അവൻ പേപ്പർ ബോംബുകൾ എടുത്ത് അവൾക്ക് നേരെ വലിച്ചെറിയാണ്. അവളാണെങ്കിൽ വമ്പ ഫോഴ്സിൽ സൗണ്ട് ഫ്രീക്വൻസി അവന് നേരെ അയക്കും. അവനയച്ച ആ ഒരു പേപ്പർ ബോംബ് അങ്ങനെ റിട്ടേൺ പോയി അത് ഷിക്കടയുടെ തൊട്ടടുത്ത് വന്ന് അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അവള് പറയും, നീ ഒരുപക്ഷെ ടമരിയുടെ മകളായിരിക്കും, പക്ഷെ ഹിഡൻ സാൻഡ് വില്ലേജിന്റെ അടുത്ത് ലീഫ് വില്ലേജിലുള്ള നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അത് കേട്ട് ഷിക്കടയ്ക്ക് അവന് വീണ്ടും ദേഷ്യം ഇരട്ടിയാവും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഷാഡോ സ്ട്രാങ്കിൾ ജിപ്സു അതുപയോഗിച്ച് ഈസി ആയിട്ട് ഷിക്കട അവളെ ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയും പേപ്പർ ബോംബുകൾക്കിടയിൽ നിന്നാണ് ഷിക്കട രക്ഷപ്പെട്ടു വന്ന് ഇപ്പൊ അവളെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഷിക്കട സ്റ്റൈലായിട്ട് ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെക്കും. ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. ഉടനെ ലീ അവൻ വിസിൽ നീട്ടിയടിക്കും. അങ്ങനെ ഈ ഒരു മത്സരത്തില് നമ്മുടെ ഷിക്കട ജയിച്ചു. ഷിക്കമരൂനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. വാവ്, എന്റെ മകൻ ഷിക്കട അവൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഉടനെ കാഗാസ് എല്ലാവരും തിരിഞ്ഞ് അവനെ നോക്കുകയാണ്. അടുത്തതായിട്ട് സാറഡയുടെ മാച്ചാണ്. അവളിപ്പോ ഹിഡൻ ക്ലൗഡ് വില്ലേജിലുള്ള ഒരു ഷിനോബി സ്റ്റുഡന്റ് ഒരു നിഞ്ച സ്റ്റുഡന്റുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. അവൻ അവളോട് ചോദിക്കും, ഓ നിന്റെ ആഗ്രഹം ഒരു ഹൊക്കാഗെ ആവണം എന്നാണല്ലേ, പക്ഷെ എന്നോട് ഫൈറ്റ് ചെയ്ത ഹൊക്കാഗെ ആവാൻ പോയിട്ട് നിനക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവൻ ടൈ ജിപ്സ് ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവളാണെങ്കിൽ ആ അറ്റാക്കിൽ വീടില്ല. ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് മാറും. സാറയുടെ ശരീരം കണ്ണ് ഓപ്പൺ ചെയ്ത് ഷുരീങ്കൻ എടുത്ത് അവന് നേരെ വലിച്ചെറിയും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ഷുരീങ്കം വന്ന് അവന്റെ ബോഡിയിൽ അടിച്ച് നല്ല ഫോഴ്സില് മതിൽ പോയി ഇടിച്ച് തോറ്റ് താഴെ വീഴുകയാണ്. അങ്ങനെ സാറഡ അവൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവളുടെ മാച്ച് കംപ്ലീറ്റ് ചെയ്യും. ഈനോജിൻ പറയും, നിനക്ക് കിട്ടിയ ഓപ്പണന്റ് അവൻ ശരിക്കും വീക്കായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിനക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതിന് സാറഡ പറയും, അവനൊരിക്കലും വീക്കല്ല, ഞാൻ പവറാണ്, എന്റെ പവറിന് മുൻപിൽ അവൻ തോറ്റുപോയെന്ന് പറഞ്ഞ് സാറയുടെ അടുത്ത ബാറ്റിലിന് വേണ്ടി ഇപ്പൊ ഈനോജിനെ കളത്തിലേക്ക് പറഞ്ഞയക്കും. ഈനോ ആണെങ്കിൽ ഇപ്പൊ വമ്പ സൗണ്ടില് അങ്ങനെ ചേറിയാണ്. കമോൺ കമോൺ ഈനോജിൻ, നിന്നെ കൊണ്ട് പറ്റും, നിന്റെ പവർ എന്താണെന്ന് നീ കാണിക്കേ. ഈനോജിൻ അവനാണെങ്കിൽ സാൻഡ് വില്ലേജിലെ ഒരു സ്റ്റുഡന്റുമായിട്ടാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത നിമിഷം മാച്ച് സ്റ്റാർട്ടാവും. ഈനോജിനാണെങ്കിൽ അവന്റെ സ്ക്രോൾ നിവർത്തി ഇപ്പൊ കുരുവികളൊക്കെ വെച്ച് അവൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവന്റെ കയ്യിലുള്ള റാഡ് അതുപയോഗിച്ച് അവൻ അച്ചറം പൊച്ചറം അടിച്ച് അവറ്റകളെല്ലാം തന്നെ ദൂരേക്ക് തെറിപ്പിക്കും. ഈനോജിൻ വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങളെ അവന് നേർക്ക് അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ ആ റാഡ് കറക്കി ഈനോജിനെ അട്ടിച്ച് താഴെയിടും. അങ്ങനെ ആദ്യമായിട്ട് ലീഫ് വില്ലേജിലെ ഒരു സ്റ്റുഡന്റ് ഫെയിലായി. ഒരുപാട് വിഷമത്തില് അവൻ തല താഴ്ത്തി ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് തിരികെ പോകും. അടുത്ത ബാറ്റില് അത് ടൊറാഗയും മീച്ചികയും തമ്മിലാണ്. ടൊറാഗയ്ക്കാണെങ്കിൽ ലൈറ്റ്നിങ് പവറാണ്,
അവൻ ആ ലൈറ്റ്നിങ് പവർ വെച്ച് അച്ചറം പുച്ചറം മീറ്റ്സുകയെ നീട്ടി അടിക്കും. പക്ഷെ മീറ്റ്സുക ആണെങ്കിൽ അവന്റെ ഒരു ഒറ്റ അറ്റാക്കിൽ പോലും പെട്ടുപോവില്ല. മീറ്റ്സുക ആണെങ്കിൽ നിമിഷങ്ങൾക്കകം അവന്റെ സേജ് പവർ അത് ഉപയോഗിക്കാൻ തുടങ്ങും. അവന്റെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു പവർ പുറത്തേക്ക് വരുന്ന കണ്ട ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കായി. കണ്ണിമ വെട്ടാതെ ഇപ്പൊ മീറ്റ്സുകയെ തന്നെയായിരിക്കും നോക്കി നിൽക്കുക. മീറ്റ്സുക സിമ്പിൾ ആയിട്ട് അവന്റെ പാമ്പുകളെ ഇറക്കി അവൻ അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇനി അവസാനത്തെ ബാറ്റിൽ അത് ചോച്ചോയും ഷിങ്കിയും തമ്മിലാണ്. ചോച്ചോ ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ അവളുടെ ചിപ്സൊക്കെ കഴിച്ച് ബാറ്റിലിന് റെഡിയായി ഗ്രൗണ്ടിലേക്ക് വരും. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.